ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ മീൽ പ്ലാനിങ്, ഭക്ഷണ ആസൂത്രണം. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്, പലതരത്തിലുള്ള ഡയറ്റ് എടുക്കുന്നവരാണ്, കലോറി നോക്കി ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഭക്ഷണം ആസൂത്രണം ചെയ്ത്, അതായത് നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മുടെ ഡയറ്റിനെ കുറിച്ചിട്ട്, നമ്മുടെ കലോറീനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം, അതിനെയാണെന്ന് പറയുക ഭക്ഷണ ആസൂത്രണം, അല്ലെങ്കിൽ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. എല്ലാതും ഇങ്ങനെ കണ്ടത് വലിച്ചു വാരി കഴിക്കുക എന്നതിനപ്പുറം നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം അതറിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അതിനെയാണ് നമ്മൾ മീൽ പ്ലാനിങ് എന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് മീൽ പ്ലാനിങ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡ് ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഫുഡ് ഗ്രൂപ്പ്? ചില പൊതു സ്വഭാവ സവിശേഷതകൾ പങ്കിടുന്ന നിരവധി ഭക്ഷ്യ ഇനങ്ങൾ അടങ്ങിയതാണ് ഭക്ഷ്യഗണം അല്ലെങ്കിൽ ഫുഡ് ഗ്രൂപ്പ്. അപ്പോൾ ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ചില പൊതുവായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയാം. എങ്ങനെയാണ് ഈ ഫുഡിനെ നമ്മളിങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. അതിലൊന്നാമത്തത് മാനസിക ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. മാനസിക ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക ധർമ്മങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും. അതായത് നമുക്ക് ഊർജം നൽകുക, നമ്മുടെ വളർച്ചയെ സഹായിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഫുഡ്സ്, അതാണ് ഒരു വർഗീകരണം. പിന്നെന്താണ് പോഷകങ്ങളുടെ അടിസ്ഥാനത്തിൽ, പോഷകങ്ങൾ നമ്മുടെ ന്യൂട്രീഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം. ഒന്നെങ്ങനെയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, അത് നമുക്ക് ഊർജം തരിക, അപ്പോൾ നമ്മുടെ വളർച്ചയെ സഹായിക്കുക, അങ്ങനെയുള്ളൊരു ടൈപ്പ്. മറ്റെന്താണ് നമ്മുടെ ന്യൂട്രീഷൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പോഷകങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് നമ്മൾ ഫുഡ് ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള സവിശേഷതകളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ്സ്, അതിനെയാണ് എന്ത് പറയുക, ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയാം. നോക്കാനുള്ളത് ഓരോ ഫുഡ് ഗ്രൂപ്പും അതിൽ വരുന്ന പ്രധാന പോഷകങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഒരു ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ, ധാന്യ ഉൽപ്പന്നങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, മെയ്സ്, ചോളം, ബാർലി, അവല്, ഗോതമ്പ് പൊടി, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്. അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഊർജം, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കൊഴുപ്പുണ്ട്, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, ഫോളിക് ആസിഡ്, ഇരുമ്പ്, ഫൈബർ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി വേറൊരു ഫുഡ് ഗ്രൂപ്പാണ് പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബംഗാൾ പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, വെള്ളപ്പയർ, ബീൻസ്, സോയാബീൻ, അങ്ങനെയുള്ളതൊക്കെ. നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് എന്തായിരുന്നു? ധാന്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ നമ്മളെന്താണ്? പയറുവർഗ്ഗങ്ങൾ. ഇതിൽ നമുക്ക് എന്തൊക്കെ പോഷകങ്ങളെ കിട്ടുക? ഊർജം കിട്ടും, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റമിൻ B1, വിറ്റമിൻ B2, ഫോളിക് ആസിഡ്, ഇരുമ്പ്, ഫൈബേഴ്സ്. ഇനി പാലും പാലുൽപ്പന്നങ്ങളും, അപ്പോൾ പാല്, തൈര്, ചീസ്, അങ്ങനെയുള്ളതൊക്കെ. അതിൽ നിന്ന് പ്രോട്ടീൻ, കൊഴുപ്പ്, വൈറ്റമിൻ B2, A1, പിന്നെ കാൽഷ്യം. പിന്നെ ഉള്ളത് പഴങ്ങൾ, പച്ചക്കറികൾ. ഇപ്പം മാമ്പഴം, പേരയ്ക്ക, തക്കാളി, പപ്പായ, ഓറഞ്ച്, തണ്ണിമത്തൻ, അങ്ങനെയുള്ളതൊക്കെ. അതിൽ നിന്ന് വൈറ്റമിൻ E കിട്ടും, ഫൈബേഴ്സ്, നാരുകൾ കിട്ടും, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയുള്ളതൊക്കെ കിട്ടും. ഇനി ഇലക്കറികൾ, ചീര, മല്ലിയില, കടുകില, മറ്റേ ബ്രക്കോളി, ക്യാബേജ്, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കൊഴുപ്പ് കിട്ടും, വൈറ്റമിൻ A കിട്ടും, ഫോളിക് ആസിഡ്, കാൽഷ്യം, ഇരുമ്പ്, ഫൈബർ, അതൊക്കെ കിട്ടും. ഇനി അതല്ലാത്ത പച്ചക്കറികൾ, ക്യാരറ്റ്, വെണ്ട, ക്യാപ്സിക്കം, ബീൻസ്, ഉള്ളി, കോളിഫ്ലവർ, അതിൽ നിന്നൊക്കെ നമുക്ക് ഫോളിക് ആസിഡ്, കാൽഷ്യം, ഫൈബേഴ്സൊക്കെ കിട്ടും. പിന്നെ കൊഴുപ്പുകളും മധുരവും, അതിൽ നിന്ന് കൊഴുപ്പ് കിട്ടും. കൊഴുപ്പ് എന്നൊക്കെ പറയുമ്പോൾ വെണ്ണ, നെയ്യ്, നിലക്കടല, കടുക്, വെളിച്ചെണ്ണ, അതിൽ നിന്നൊക്കെ നമുക്ക് ഊർജം കിട്ടും, അതേപോലെ തന്നെ കൊഴുപ്പ് കിട്ടും. ഇനി മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര, ശർക്കരയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യണത്. അതിൽ നിന്ന് നമുക്ക് ഊർജമാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഫുഡ്സ്, അതായത് പൊതുവായിട്ടുള്ള സവിശേഷതകളുള്ള
ഒരു ഗ്രൂപ്പ് ഫുഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഫുഡ് ഗ്രൂപ്പുകളെ നമ്മുടെ മാനസിക ആവശ്യങ്ങൾ, വളർച്ചേനെ സഹായിക്കുക, ഊർജ്ജം തരാം, അങ്ങനെയുള്ള ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാൻ പറ്റും. പിന്നെ അവർ തരുന്ന പോഷകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വർഗീകരിക്കാനായിട്ട് പറ്റും. അതെന്താണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം. ഇപ്പോൾ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും, എല്ലാത്തരം പോഷകങ്ങളും അതിനാവശ്യമുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് എന്ത്, സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ ആവശ്യം വേണ്ട വിധം നിറവേറ്റുന്ന തരത്തിലുള്ള അളവിൽ വിവിധ തരം പോഷകങ്ങളുടെ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് എന്ത്, സമീകൃത ആഹാരം. ഒരാൾക്ക് അല്ലെങ്കിൽ അയാളുടെ ബോഡിക്ക് എന്തൊക്കെ തരം ഭക്ഷണങ്ങൾ, എന്തൊക്കെ തരം പോഷകങ്ങൾ എത്ര അളവിൽ വേണം, അതൊക്കെ അതേ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് എന്ത് പറയുക, സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം. അത് നമ്മുടെ പോഷക ആവശ്യങ്ങൾ നിറവേറ്റുന്നു. എല്ലാ ഭക്ഷ്യഗണത്തിലും എല്ലാത്തരം ഭക്ഷണ പദാർത്ഥങ്ങളും, എല്ലാ ഭക്ഷ്യഗണത്തിലും പെട്ട എല്ലാത്തരം ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് അതിൽ നിന്ന് കഴിക്കാനായിട്ട് പറ്റും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടും അല്ലേ. ധാന്യങ്ങളുണ്ടാവും, പയറുവർഗ്ഗങ്ങളുണ്ടാവും, പാലുൽപ്പന്നങ്ങളുണ്ടാവും, ഇറച്ചി ഉണ്ടാവും, ഇലക്കറികളുണ്ടാവും, എല്ലാ വ്യത്യസ്ത ടൈപ്പ് നമുക്ക് കഴിക്കാൻ പറ്റും. കാലികമായ ഭക്ഷണം ഉൾപ്പെടുന്നു. അതായത് ഈ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ എന്താണോ കിട്ടുന്നത് അത് നമുക്ക് കഴിക്കാം. പിന്നെന്താണ്, സാമ്പത്തികപരമാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പൈസയ്ക്ക് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ളത്. ഇതൊക്കെയാണ് എന്ത്, ബാലൻസ്ഡ് ഡയറ്റും അതിൻ്റെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞേ കൂടി എന്താണ് നമ്മുടെ മീൽ പ്ലാനിങ്, എന്താണ് നമ്മുടെ മീൽ പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ ഫുഡ് ഗ്രൂപ്പ് കണ്ടു, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കണ്ടു. ഇനി നമുക്ക് നമ്മുടെ മീൽ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ലഭ്യമായ വിഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആവശ്യമായ പോഷകം ലഭിക്കത്തക്ക വിധത്തിൽ ഭക്ഷണത്തെ ആസൂത്രണം ചെയ്യുന്ന രീതിയാണ് എന്ത്, മീൽ പ്ലാനിങ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടത്തക്ക തരത്തിൽ ഭക്ഷണത്തെ ക്രമീകരിക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മീൽ പ്ലാനിങ് അല്ലെങ്കിൽ ഭക്ഷണ ആസൂത്രണം എന്ന് പറയാം. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ പല പ്രായത്തിൽപ്പെട്ടവരുണ്ട്, പല ലിംഗത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഫിമെയിൽസ് മെയിൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങളാവില്ല എന്താണ് വലിയവർക്കാവാം, അതാവില്ല വയസ്സായവർക്കാവാം. അപ്പോൾ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് എന്താണ് എല്ലാവരുടെയും പോഷക ആവശ്യങ്ങൾ നിറവേറ്റണം. അതിനെയാണ് എന്ത് പറയുക, മീൽ പ്ലാനിങ് അല്ലെങ്കിൽ ഭക്ഷണ ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ നേരം എന്ത് കഴിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്തരം എന്തില്ല, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കാരണം നമ്മൾ ഒരു കേരള ഡയറ്റ് പരമ്പരാഗതമായിട്ട് ഉണ്ട് അല്ലേ. രാവിലെ എന്താണ്, ഇഡ്ഡലി സാമ്പാർ, ദോശ ചട്നി സാമ്പാർ, പുട്ട് കടല, ഉച്ചയാകുമ്പോൾ നമ്മൾ ചോറ് മീൻകറി, വൈകിട്ട് ചോറ് തന്നെയാണ്, അല്ലെങ്കിൽ കഞ്ഞി പയർ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു മീൽ പ്ലാനിങ് നമ്മൾ എന്താണ് പരമ്പരാഗതമായിട്ട് നമുക്കുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് ആ മീൽ പ്ലാനിങ്ങിൽ ഇങ്ങനെ മാറ്റങ്ങൾ. പിന്നെ ചപ്പാത്തി വന്നു. അപ്പോൾ രാത്രിയിൽ ഒട്ടുമിക്ക വീടുകളിൽ എന്തായി, ചപ്പാത്തിയായി. പിന്നെ എന്താണ്, ജങ്ക് ഫുഡ്സൊക്കെ വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ പാരമ്പര്യമായിട്ടൊരു മീൽ പ്ലാനിങ് ഉണ്ട്. രാവിലെ മിക്ക വീടുകളിലും എന്താണ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലാത്ത വീടുകൾ എന്താണ്, കഞ്ഞി ആയിരിക്കും അല്ലേ, കഞ്ഞി പയർ, കഞ്ഞി മുതിര, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി സാമ്പാറും കഴിക്കാമെന്ന് വയ്ക്കുക അല്ലേ, അത് നല്ലൊരു സമീകൃത ആഹാരമാണ്. ഇഡ്ഡലി എന്ന് പറയുമ്പോൾ അതിൽ അരിയുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഉഴുന്നുണ്ട്, അപ്പോൾ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന സാമ്പാറാണ്. സാമ്പാർ എന്ന് പറയുമ്പോഴോ ഒരുപാട് പച്ചക്കറികൾ, പരിപ്പ്, അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളവിടെ കഴിക്കുന്ന ഇഡ്ഡലി സാമ്പാറിൽ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം അതിലപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജങ്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ ആ മാറ്റം വരുന്നത്. പിന്നെ ഇതിൻ്റെ അളവ് കൂടി വരുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്.
ഇനി എന്തൊക്കെയാണ് ഈ മീൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഈ മീൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ മൊത്തം പോഷക ആവശ്യത്തെ നിറവേറ്റുന്നുണ്ട് അത്. അതേപോലെ തന്നെ എന്താണ്, ഓരോ വ്യക്തിയുടെയും പോഷക താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യ താല്പര്യത്തെ അത് വേർതിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളതാവില്ല എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ളത്, അതാവില്ല ഒരു കുഞ്ഞു കുട്ടിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷ്യ താല്പര്യത്തെ അത് വേർതിരിക്കുന്നുണ്ട്. അതേപോലെ ഊർജത്തെയും സമയത്തെയും പണത്തെയും അത് സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് എന്ത് മീൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ മീൽ പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്നത്. നമ്മളൊരു മീൽ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭക്ഷണം ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പോഷണ പര്യാപ്തത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയസ്സായവർക്കും മിഡിൽ ഏജിനും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്താണ് ഒരേ രീതിയിലുള്ള പോഷകങ്ങളല്ല ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ പോഷണത്തിൻ്റെ പര്യാപ്തത. 2, പ്രായം. ഈ പറഞ്ഞ പോലെ തന്നെ ലിംഗം. ഇപ്പോൾ ആണുങ്ങൾക്ക് അവർ ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്, സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് കായികമായിട്ട് അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരും. മറ്റവർക്കോ അതിൽ കുറച്ച് പോഷകങ്ങളാണ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ശാരീരിക പ്രവർത്തനങ്ങൾ. അപ്പം ഇതാണെങ്കിൽ കൂടി എന്താണ്, ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാരാണെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കാറല്ലേ. കണ്ട പണിയൊക്കെ എടുക്കണ അമ്മയ്ക്കൊന്നും കിട്ടാറില്ല, ഒരു പണിയില്ലാണ്ടിരിക്കണ ബാക്കിയുള്ളവർക്കൊക്കെയാണ് കിട്ടുക. സാമ്പത്തിക പരിഗണന, പൈസ നോക്കണം. സമയം, ഊർജം, കഴിവ്, കാലികമായ ലഭ്യത, അതായത് സീസണലായിട്ട് എന്താണ് കിട്ടുന്നതെന്ന് നോക്കണം. ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക കഴിക്കണം, മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ കഴിക്കണം. എന്താണ് സീസൺ, ആ സീസൺ അനുസരിച്ച് കഴിക്കണം. മതം, പ്രദേശം, സാംസ്കാരിക മാതൃക, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഹിന്ദു മതം, ബ്രാഹ്മൺസ് എന്ത് കഴിക്കില്ല, ഇറച്ചിയൊന്നും കഴിക്കില്ല. പക്ഷെ ഇറച്ചിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പോഷകങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ പോഷകങ്ങൾ കിട്ടുന്ന വേറെ ഏതെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കേണ്ടി വരും. നിറത്തിലുള്ള വൈവിധ്യവും ഘടനയും. അപ്പോൾ ഓരോ ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ട്. ആൾക്കാരെ മീൻസ് എന്ന് പറയുമ്പോൾ പ്രദേശങ്ങൾ ഒക്കെ വ്യത്യാസമുണ്ട്. വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇപ്പോൾ ഇപ്പോൾ നമ്മളെന്താണ് ബീഫിൽ നിന്ന് നമുക്ക് റെഡ് മീറ്റാണ്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള കുറച്ച് പോഷകങ്ങളുണ്ട്. പക്ഷെ ബീഫ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലോ, അപ്പോൾ ആ ഒരു പോഷകം ആൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതുള്ള വേറെ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും. പിന്നെ സുരക്ഷിത മൂല്യങ്ങൾ. എപ്പോഴും എന്താണ് സൂപ്പറായിട്ടുള്ള നല്ലത് നോക്കിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മീൽ പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നെന്തൊക്കെയാണ്, പോഷണ പര്യാപ്തത, പിന്നെ പ്രായം, ലിംഗം, ശാരീരിക പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പരിഗണന, സമയം, ഊർജം, കഴിവ്, കാലികമായ ലഭ്യത, മതം, പ്രദേശം, സാംസ്കാരിക മാതൃക, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, നിറത്തിലുള്ള വൈവിധ്യവും ഘടനയും, വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, സുരക്ഷിത മൂല്യങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണ ആസൂത്രണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. അതായത് ആഹാരത്തിൻ്റെ മെച്ചപ്പെടുത്തൽ. സമീകൃത ആഹാരത്തിൽ ഓരോ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്നതിനെയാണ് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. ആ ബാലൻസ് ഡയറ്റിൽ ഓരോ ആൾക്കാർക്കും അനുസരിച്ച്, ഒരു കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അനുസരിച്ച് ആ ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. അതിനെയാണ് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഡയറ്റിലുള്ള മെച്ചപ്പെടുത്തലിൽ കൂടെ, പിന്നെ ഉള്ളത് ഭക്ഷണത്തിൻ്റെ കൈമാറ്റ രീതിയിലൂടെ. അങ്ങനെ 2 തരത്തിൽ ചെയ്യാം. ഡയറ്റിലുള്ള മെച്ചപ്പെടുത്തലിലൂടെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണത്തിന് പാചകം ചെയ്യാം, എന്നിട്ട് അവർക്കത് വിളമ്പിക്കൊടുക്കാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് എങ്ങനെയാണ്, അവർക്ക് വേറൊരു എക്സാമ്പിളായിട്ട് പറയാണ്, ചിലർക്ക് എരിവ് കുറവ് വേണം, ചിലർക്ക് എരിവ് കൂടുതൽ വേണം എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ട്, വയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഒരാൾ എരിവ് കുറവാണ് കഴിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്യുമ്പോൾ തന്നെ എരിവ് കുറവായിട്ട് ഒരാൾക്ക് ഉണ്ടാക്കാം, ബാക്കിയുള്ളവർക്ക് നോർമലായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് പാചകം ചെയ്യാം. അതാണ് ഡയറ്റ് മെച്ചപ്പെടുത്തലിലൂടെ എന്ന് പറയണത്.
ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണ കൈമാറ്റ രീതി. ഇനി എന്താണ് സ്പെഷ്യൽ ഡയറ്റ് എന്ന് നോക്കാം. സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക അസുഖങ്ങളുള്ള ആൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രമേഹമോ അല്ലെങ്കിൽ BP ഉള്ള ആൾക്കാർക്ക് നമ്മുടെ സാധാരണ ഡയറ്റ് പറ്റില്ല അല്ലേ? പ്രമേഹമുള്ള ആൾക്കാർക്ക് എന്താണ്? മധുരം കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ BP ഒക്കെ ആണെങ്കിൽ ഉപ്പ് അതൊന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് എന്താണ്? സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക ഭക്ഷണ രീതി തന്നെ അവർ ഫോളോ ചെയ്യേണ്ടി വരും. അതിനെയാണ് എന്ത് പറയുക? സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറയാം. സാധാരണ ഭക്ഷണ രീതി പ്രമേഹം പോലുള്ള രോഗികൾക്ക് പര്യാപ്തമല്ല. അതുകൊണ്ട് ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. നല്ല പോഷകാഹാരം ലഭിക്കുന്നതിനും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരഭാരത്തിൽ മാറ്റം വരുത്തുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ട് ആഹാരക്രമത്തിൽ സാധാരണ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് എന്ത് പറയാം? സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറയാം. ഇനി അടുത്തത് തെറാപ്യൂട്ടിക് ഡയറ്റ്. തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആയുർവേദ ചികിത്സകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പഥ്യം നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക? തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയാം. രോഗം നേരിടുന്ന വ്യക്തിക്കോ രോഗമുക്തി നേരിടുന്ന വ്യക്തിക്കോ വേണ്ടി തയ്യാറാക്കപ്പെടുന്ന പ്രത്യേക ഭക്ഷണ രീതിയാണ് എന്ത്? തെറാപ്യൂട്ടിക് ഡയറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. മീൽ പ്ലാനിങ്. ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ പോഷകാഹാരം നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുക മീൽ പ്ലാനിങ് എന്ന് പറയുക. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളും. ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ച് നോക്കുക. താങ്ക് യു.